ട്രിപ്പിൾ ഓം ശാന്തി. പാപം പുണ്യം. പാപം ഇല്ലാതാക്കണം, പുണ്യം ശേഖരിക്കണം. ഓരോ ആത്മാവും ഇതിൻ്റെയൊക്കെ ആധാരത്തില് ഒരു കൂട്ടം ആത്മാക്കള് രാജ്യപദവിയിലേക്ക് പോകും, ഒരു കൂട്ടം ആത്മാക്കള് പ്രജകളിലേക്ക് പോകും. ആരാണോ രാജപദവിയിലേക്ക് പോവുക, രാജാ ക്വാളിറ്റിയിലേക്ക് ആരാ പോവുക, പ്രജാ ക്വാളിറ്റിയിലേക്ക് ആരാ പോവുക? ബാബ പറഞ്ഞിട്ടുണ്ട്, മുരളിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1 ഒന്നാനമ്മയുടെ കുട്ടികൾ നേരെ രാജ്യപദവിയിലേക്ക്, രണ്ടാനമ്മയുടെ കുട്ടികൾ പ്രജാപദവിയിലേക്ക് പോകും. രണ്ടു കൂട്ടർക്കും ഉള്ളത് 21 ജന്മം തന്നെ. ജന്മം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സമ്മാനം. 21 ജന്മം. സത്യയുഗത്തിന്റെ ആദിയിൽ വരുന്നവർക്കും ത്രേതായുഗത്തിന്റെ അവസാനത്തിൽ വരുന്നവർക്കും 21 ജന്മത്തെ സമ്പത്ത് ഉണ്ടോ ബാബേ? ഉണ്ടോ? ആരെ ചോദിച്ചോളൂ, ബാബയോട് ചോദിച്ചോളൂ കേട്ടാ. എനിക്കറിയില്ല. ഞാനിനിയിപ്പോ അതിന്റെ പിന്നാലെ ബാബയെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഈ 5000 വർഷത്തെ ഡ്രാമയിൽ 84 ജന്മത്തിലെ കഥയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ്. ബാബ വന്ന് ഇങ്ങനെ ഉത്തരം വരെ നിന്നാല് അതിന് തന്നെ 5000 വർഷം വേറെ ചെലവ്. ബാബ സത്യത്തില് സൂര്യൻ എവിടെയാണ് ബാബ? ബാബ സത്യത്തില് ചന്ദ്രൻ എവിടെയാണ് ബാബ? അപ്പൊ ഏത് സമയത്താണ് ബാബ വീണ്ടും ആ സത്യത്തില് ചന്ദ്രൻ ഇല്ല കുട്ടിയെ? അപ്പൊ ബാബ ഏത് സമയത്താണ് ചന്ദ്രൻ ഉണ്ടാവുന്നത് ബാബ? ബാബ സത്യത്തില് സൂര്യനില്ലാതെ വേറെ കുറെ നക്ഷത്രങ്ങളൊക്കെ കുറച്ചും കൂടെ ദൃശ്യാവൂലേ? ഉണ്ട് കുട്ടിയെ, സത്യയുഗം അതിസുന്ദരല്ലേ? അപ്പൊ വേറെ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ബാബ ഭൂമിയിൽ നിന്ന് ദൃശ്യമാവുക? ഇങ്ങനെ ചോദിച്ച് 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 ഇതിന്റെയൊക്കെ ഉത്തരം കിട്ടി വരുമ്പോൾ സമയം എത്ര പോകും? എത്ര സമയം പോകും? ഇതൊക്കെ ബാബയോട് ചോദിക്കുക. ദിവ്യബുദ്ധിക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? ബാബ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സത്യത്തിൽ ഒന്നല്ല സൂര്യൻ അതിന്റെ ഏറ്റവും ചെറിയ സ്ഥിതിയിലേക്ക് വരും. ഒക്കെ മറ്റു നക്ഷത്രങ്ങളുടെ പ്രകാശവും സൂര്യന്റെ അത് ഇതും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞു. 1250 വർഷം സത്യയുഗം കഴിഞ്ഞു. പിന്നെ 1250 വർഷം ത്രേതായുഗം കഴിഞ്ഞു. പിന്നെ 1250 വർഷം ദ്വാപരയുഗം കഴിഞ്ഞു. 1250 വർഷം കലിയുഗം കഴിഞ്ഞു. ഈ കഥ മുഴുവൻ ബാബ പറഞ്ഞു തരുന്നതൊക്കെ തന്നെ വേണ്ടേ 5000 വർഷം? ധർമാത്മാക്കൾ ആദ്യം സത്യയുഗത്തിലുള്ള സൂര്യവംശീയ ആത്മാക്കൾ വന്നു, പിന്നെ ചന്ദ്രവംശീയ ആത്മാക്കൾ വന്നു, അത് കഴിഞ്ഞ് ദ്വാപരയുഗം ഇസ്ലാം ധർമ്മം വന്നു, ക്രൈസ്റ്റ്, ബുദ്ധൻ, ഗുരുനാനാക്ക്, പിന്നെ സന്യാസി ധർമ്മം. ഇതൊക്കെ വന്ന് 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 എന്നിങ്ങനെ കഥ പറഞ്ഞു തരാൻ എത്ര സമയം? 5000 വർഷം. ദിവ്യബുദ്ധിയാവോ? അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു എനിക്കും അറിയില്ല. ബ്രഹ്മകുമാരീസിന്റെ പെട്ടെന്ന് ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തിക്കും അറിയില്ല. അപ്പൊ നമ്മള് ഒട്ടേറെ ഗുരുക്കന്മാരുണ്ട്, ഒട്ടേറെ സന്യാസിമാരുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടുണ്ടായി, തത്സ്മയ ഗുരുജി. അദ്ദേഹത്തിനും കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ അദ്ദേഹത്തിനൊക്കെ കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്, ബ്രഹ്മലോകത്തിന്റെ ബാക്കി കുറെ സാക്ഷാത്കാരങ്ങൾ കാണുന്നുണ്ട്, സൂക്ഷ്മ ശരീരം കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ സംഭവം. പിന്നെ ഏതാ ഒരു മിത്രാത്മജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെ ഒരുപാട് വ്യക്തികൾ പല വിധത്തില് ഉള്ള പാർട്ടുകൾ അഭിനയിക്കുന്നുണ്ട്. ഒട്ടേറെ സന്യാസിമാർ. പിന്നെ അഗാഢകളിലും അഘോരികളിലുള്ള സന്യാസിമാർ വേറെ. പക്ഷെ ഈ സമയത്ത് എല്ലാവരുടെയും ബുദ്ധി ലോക്ക്ഡാണ്. എല്ലാവരുടെയും ബുദ്ധി ലോക്ക്ഡാണ്. കറുത്ത കണ്ണാട വെച്ച് നോക്കി കഴിഞ്ഞാൽ മൊത്തം കറുപ്പായി കാണുന്നൊക്കെ പറയും, വെറുതെ.
എല്ലാം കറുപ്പായിട്ടൊന്നും കാണില്ല. കാടും വെളിച്ചമുള്ളതിന് ഒന്നിച്ചിരി വെളിച്ചം കുറഞ്ഞു, തീരെ വെളിച്ചില്ലാത്തതിന് മാത്രമേ കറുത്തായിട്ടൊക്കെ കാണും. ബുദ്ധി ക്ലിയർ ആക്കലാണ്, കണ്ണാട വെക്കൽ തന്നെയാണ് ഇവിടെ. ദിവ്യബുദ്ധിയുടെ കണ്ണാട ധരിക്കലാണ്, ഈ കണ്ണാടല്ല. ഞാൻ ആത്മ, പരമാത്മ സന്താനം, അനാദി സ്വരൂപം, ആദി സ്വരൂപം, മധ്യസ്വരൂപം, അന്ത്യസ്വരൂപം, വീണ്ടും അനാദി സ്വരൂപം, വീണ്ടും ആദി സ്വരൂപം. ഈ 5000 വർഷത്തെ ഡ്രാമ കറക്കി കറക്കി ചക്രം, ദർശന ചക്രം ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. 5000 വർഷം കൂടുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പാർട്ടുകൾ. എന്തായിരുന്നു ഞാൻ, അതേ വീണ്ടും ആയിത്തീരും. ഇനി ഞാൻ എന്താണോ ആവാൻ പോകുന്നത് അത് വീണ്ടും ആയിത്തീരും. ഇതാണ് ശരിക്കും ഡ്രാമ. ഇത് ഉൾക്കൊള്ളണം. അല്ലാതെ എൻ്റെ തലയിൽ ഇപ്പൊ കിരീടമില്ലല്ലോ, എനിക്ക് പുഷ്പവിമാനമില്ലല്ലോ, എൻ്റെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ലല്ലോ, ഇതല്ല എൻ്റെ സങ്കല്പം. എൻ്റെ ശരീരം എത്രത്തോളം ആരോഗ്യത്താണോ ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ആക്കുക. റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് അതിന് വേണ്ട പരിപാലനങ്ങൾ കൊടുക്കുക, ശരീരത്തിന് ക്ലിയർ ആക്കുക. കഴിഞ്ഞാൽ എൻ്റെ സങ്കല്പത്തെ പവർഫുൾ ആക്കുക. എൻ്റെ സങ്കല്പം പവർഫുൾ ആക്കുക. എൻ്റെ സങ്കല്പം പവർഫുൾ ആക്കാനും എൻ്റെ ദിവ്യബുദ്ധി വലുതാക്കാനും അതിനെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാനും ഓരോരോ എനിക്കുകൾക്കേ കഴിയുള്ളൂ. ഓരോരോ ഞാൻ ഏത് രീതിയിലാണോ അവരവർക്കേ കഴിയുള്ളൂ. ഞാൻ പരമാത്മാവിൻ്റെ തലകീഴായി തിരിഞ്ഞിരിക്കുന്ന വൃക്ഷത്തിൽ എവിടെ വരണം എന്നത് എത്തിക്കാൻ ഓരോരോ ദിവ്യബുദ്ധി വർക്ക് ചെയ്യുന്നതിൻ്റെ ആധാരത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ പാർട്ട് അനുസരിച്ച് മാത്രമേ കഴിയുള്ളൂ. ഞാൻ എവിടെത്തി, എൻ്റെ ബുദ്ധി എവിടെത്തി, എൻ്റെ സാധ്യതകൾ എവിടം വരെ ഉണ്ട്, എനിക്ക് എത്രത്തോളം ഇനി സാധ്യതകളുണ്ട്, ഇനി എത്രത്തോളം എനിക്ക് സമയമുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരവരുടെ ബുദ്ധി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് അവരവർക്ക് ആവശ്യമുള്ള പാർട്ട്, രാജാ പാർട്ടാവും, പ്രജാ പാർട്ടാവും, ദാസ പാർട്ടാവും, ഏത് വേണം എടുക്കും. 2ാം നമ്പറുടെ കുട്ടികളാണ് പ്രജാ പാർട്ടിൽ പോണത്. അപ്പൊ പിന്നെ ദാസന്റെ പാർട്ടിലേക്ക് പോണത് 3ാം നമ്പറുടെ കുട്ടികളാവും. 2ാം നമ്പയും കഴിഞ്ഞിട്ട് പിന്നെ 3ാം നമ്പയും വരുന്നില്ലേ, അവരാണ് പിന്നെ ദാസദാസിമാരിലേക്ക് പോണത്. അതാണ് 33 കോടിയുടെ ഈ കഥയിൽ കുറേ ഗുപ്തമായി കിടക്കണം, വളരെ ഗുപ്തമായി കിടക്കണം. ബാബയെ കോടിയിലും ചിലരിലും ചിലർക്ക്, അങ്ങനെ തന്നെ മനസ്സിലാക്കും. ഡ്രാമയെ കോടിയിലും ചിലരിലും ചിലർക്ക് തന്നെ, പരിവാരങ്ങളെ കോടിയിലും ചിലരിലും ചിലർക്ക് തന്നെ ശരിക്ക് ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിലുള്ള പാട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എവിടെയോ എത്തിക്കോട്ടെ, പക്ഷെ എനിക്കൊരു പാർട്ട് വന്നു. ആ പാർട്ടിന്റെ ആധാരത്തിൽ ഞാൻ തുടങ്ങിയ കർമ്മം, ഞാൻ മേ അറുത്തിടണം. ആടിനല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും അറുത്തിടണം. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഈ മഹത്തായ ജ്ഞാനം, അതിൻ്റെ പ്രാക്ടിക്കൽ വശം. എന്തിനാണ് ജ്ഞാനം, എന്താണ് പവിത്രത, എന്താണ് ശുദ്ധത, എന്താണ് സ്നേഹം, എന്താണ് ശാന്തി, ഇതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇതിൻ്റെ മാക്സിമത്തിലേക്ക് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് ബാബ ആർക്കൊക്കെ തന്നിട്ടുണ്ടോ
അത് അവരവർക്ക് പല വിധത്തിലായിരിക്കും. പക്ഷെ പാർട്ട് എത്രയാ, എന്താ, ഏതാ, അതിന്റെ ആധാരത്തിൽ മുന്നോട്ട് പോയേ തീരൂ. ട്രിപ്പിൾ ഓം ശാന്തി.